കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ വൻ സംഘർഷം. CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. വോട്ടർമാരെ എത്തിക്കുന്നതിനായി വന്ന വാഹനങ്ങൾക്ക് നേരെ കല്ലേറുമുണ്ടായി. കോൺഗ്രസിന്റെ കോർപ്പറേഷൻ മുൻ കൌൺസിലർ ഷംജിത്തിനുൾപ്പെടെ പരിക്കേറ്റു. പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശി. രാഹുൽ KV വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, വലിയ സംഘർഷമായിരുന്നു. ഇപ്പോഴെന്താണ് ആ പ്രദേശത്തെ ഒരു അവസ്ഥ? സംഘർഷം തുടരുന്നുണ്ടോ? പൂജ 4 മണിയോടെ പോളിംഗ് അവസാനിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ ഇത്രയും നേരം രാവിലെ മുതൽ തുടങ്ങിയ സംഘർഷാവസ്ഥയാണ്. അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ MK രാഘവൻ MPയുടെ ഒക്കെ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് കുത്തിയിരുന്ന പ്രവർത്തകർ പോളിംഗ് അവസാനിച്ചതിന് പിന്നാലെ സ്ഥലത്ത് നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. മുദ്രാവാക്യം വിളികളുമായി പ്രകടനമായി പോയിട്ടുണ്ട്. CPM പ്രവർത്തകർ സ്ഥലത്ത് തന്നെ തുടരുന്നുണ്ട്. പോലീസിന്റെ വലിയ കാവൽ സ്ഥലത്ത് തുടരുന്നു എന്നത് തന്നെയാണ്. ഏതായാലും പറഞ്ഞതുപോലെ 4 മണിക്ക് പോളിംഗ് അവസാനിച്ചു. പോളിംഗ് വളരെ കുറവാണ്. 33,000-ലധികം വോട്ടുകൾ ഉണ്ട് ബാങ്കിൽ എന്നതാണ്. 12,000-ഓളം വോട്ടുകൾ പോൾ ചെയ്യപ്പെടുമെന്നാണ് കണക്കാക്കിയിരുന്നെങ്കിൽ തന്നെയും 8,000-ൽ താഴെ വോട്ടുകൾ മാത്രമേ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്നതാണ്. രാവിലെ സ്ഥലത്തേക്ക് വോട്ടർമാരെ കൊണ്ടുവരുന്നതിനായി വരുന്ന വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായ സമയം മുതൽ തുടങ്ങിയ സംഘർഷവും ഉന്തും തള്ളും മുദ്രാവാക്യം വിളികളും പോർവിളികളും ഒക്കെ തന്നെയാണ്. 8 മണിയോടെയാണ് പോളിംഗ് ആരംഭിച്ചത്. കള്ളവോട്ട് ആരോപണമാണ് ഇരു പാർട്ടികളും. ഈ ചേവായൂർ സഹകരണ ബാങ്ക് കോൺഗ്രസ് വിമതർ ഭരിക്കുന്ന ഭരണസമിതി കീഴിലുള്ളൊരു ബാങ്കാണ്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് കോൺഗ്രസ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയൊക്കെ സ്വീകരിച്ച ആളുകൾ ഭരണസമിതിയുടെ തലപ്പത്തും അംഗങ്ങളും ഒക്കെയായി തന്നെ ഉണ്ട്. കോൺഗ്രസ് ഇത്തവണ ഈ ഭരണം പിടിച്ചെടുക്കും എന്നൊരു അവകാശവാദവുമായാണ് പ്രചാരണം നടത്തിയിരുന്നത്. KPCC അധ്യക്ഷനൊക്കെ നേരിട്ട് കൊണ്ടുവന്നാണ് പ്രചാരണം നടത്തിയിരുന്നത്. വിമത വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ വിജയിക്കുകയാണെങ്കിൽ സ്ഥലത്ത് ജീവിക്കാൻ പോലും അനുവദിക്കില്ല എന്ന KPCC അധ്യക്ഷന്റെ ഒരു പ്രസംഗമൊക്കെ വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം മാത്രമല്ല, ഇതിന് ദിവസങ്ങൾക്ക് മുൻപേ തുടങ്ങിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെയാണ്. തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ രേഖ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായി. അന്നും പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയിരുന്നത്. ഇന്ന് പക്ഷേ ഇത്രയേറെ സംഘർഷാവസ്ഥയിലും പ്രവർത്തകർ നേർക്കുനേർ നിന്ന് അടിപിടി കൂടുന്നതിലും ഒക്കെ പോളിംഗ് ബൂത്തിനകത്തും പുറത്തുമൊക്കെ ഉണ്ടായിട്ടും പോലീസ് ഒരു ഘട്ടത്തിൽ മാത്രമേ ലാത്തി വീശുന്നൊരവസ്ഥയിലേക്ക് പോയുള്ളൂ എന്നതാണ്. പരമാവധി ലാത്തി വീശാതെ അവസ്ഥ പരിഹരിക്കാൻ, ഒരു സംഘർഷാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള ശ്രമം പോലീസ് നടത്തുകയാണ് ഉണ്ടായത് എന്നതുകൂടിയാണ്. ഏതായാലും ഈ ഒരു പകൽ സംഘർഷം പൂർണ്ണമായി നിലനിൽക്കുന്നൊരു പകൽ വോട്ടിംഗ് അവസാനിക്കുകയാണ്. 8,000-ഓളം വോട്ടുകളാണ് ആകെ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് തന്നെ വോട്ട് എണ്ണും എന്നതാണ്. വോട്ടിന്റെ ഫലം എങ്ങനെയായാലും ഈ ഒരു അവസ്ഥ അങ്ങോട്ട് തുടർന്ന് പോകും എന്ന് തന്നെയാണ് ഏതായാലും നമുക്കിപ്പോൾ പറയാൻ കഴിയുക. തീർച്ചയായും രാഹുൽ, എന്തായാലും ഇന്ന് തന്നെ വോട്ടെണ്ണും ഫലവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വോട്ടെണ്ണൽ സമയവുമായി ബന്ധപ്പെട്ടൊക്കെ ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു ആശങ്ക. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും അവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ചേവായൂരിലെ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. രാഹുൽ പറഞ്ഞതുപോലെ കുറെ കാലം മുൻപ് KPCC അധ്യക്ഷൻ K സുധാകരന്റെ ഒരു പ്രസംഗമൊക്കെ വലിയ വിവാദമായിരുന്നു. വോട്ടെടുപ്പ് ദിവസം ഇങ്ങനെയുള്ള മറ്റൊരു പ്രശ്നവും. രാഹുലാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയത്.